In this session, we are studying the Mendalian disorders. Which are the Mendalian disorders? We will see. അതിനു മുമ്പ് ഞാൻ ആ പെഡിഗ്രി അനാലിസിസ്, നമ്മളെ പെഡിഗ്രി എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ ആക്കി. ഇനി ആ പെഡിഗ്രി 2-3 എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡറിനെ പറ്റിയിട്ടാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് മയോട്ടോണിക് ഡിസ്ട്രോഫി. മയോട്ടോണിക് ഡിസ്ട്രോഫി, ദാറ്റ് ഈസ് ദ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ. ഓക്കെ, ഓട്ടോസോമൽ dominant disorder, that is myotonic dystrophy. Okay, see here, this myotonic dystrophy ഒരു pedigree നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. See here, they have given the female and male parent. Female, it is already shaded, that means it is deceased. This is the condition, and we can see they have produced how many offspring in this textbook. How many offspring in that? 4 offsprings, that is 2 girls and 2 boys. So here we got 2 boys and 2 girls. So here 1 girl, 1 boy, next 1 boy and 1 girl, like this. And in that 1 boy and 1 girl is affected. അതിനകത്ത് ഒരു ബോയും ഒരു ഗേളും affected ആണ്. ഒരു ബോയും ഒരു ഗേളും affected ആണ്. And we can see there the normal boy, he got married with a lady and he got 3 children, and the 3 children are not affected. That is female, female, male. Now we can see the last one, which is this is the female that got married with a man, and they got the children, that is male, female and male. And here we can see the female is affected. Okay, so here this is the generation which has given here, and they have told it is autosomal dominant disease. So I am just going to show. ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഡോമിനന്റ് ഡിസീസ് ആണ്. കാരണം എന്താണ്, ഇത് എല്ലാ ജനറേഷനിലും ഉണ്ട്. ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല, അതുകൊണ്ട് അടുത്ത ജനറേഷനിലില്ല അല്ലേ. പക്ഷെ ഇവിടെ ഈ ജനറേഷനിലുണ്ട്, അവരുടെ കുട്ടികൾക്ക് ആർക്കൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ ജനറേഷനിലുണ്ട്, അവരുടെ കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. അവരുടെ 3 പേരിൽ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ ഡോമിനന്റ് ഡിസീസ്. ഇനി നമുക്ക് ഇത് ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് എന്ന് തന്നിട്ടുണ്ട്. സോ ഹിയർ ഐ എം ജസ്റ്റ് ഗോയിങ് ടു റെപ്രസെന്റ് ദാറ്റ് ജീൻ ആസ് എ. സോ ആസ് ഇറ്റ് ഈസ് ഡോമിനന്റ് ഡിസീസ്, we can represent this is the one as capital A small a. Capital A gives the disease, and this is small a small a. ഇനി ഞാനത് എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ എ സ്മോൾ എ എന്ന് റെപ്രസെന്റ് ചെയ്തത്, ക്യാപിറ്റൽ എ എന്ന് റെപ്രസെന്റ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ക്യാപിറ്റൽ എ എഴുതിയിരുന്നെങ്കിൽ എങ്ങനെ പോയാലും എല്ലാ ചിൽഡ്രനിലും ഒരു ക്യാപിറ്റൽ എ എവിടെ നിന്ന് വരുമായിരുന്നു, ദ ഫീമെയിൽ പാരന്റിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ അത് ഇല്ലാതെ, അത് നോക്കിക്കാ, ഇതിന് ഡിസീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ജനറ്റിക് കോമ്പോസിഷൻ നമുക്കറിയാം, ഇതൊക്കെ എന്തായിരിക്കും, റിസസീവ് ആയിരിക്കും. ബിക്കോസ് ദിസ് ഈസ് ആൻ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ്, റൈറ്റ്? സോ ഹിയർ വി ക്യാൻ സേ this one will be capital A small a, and this one it will be small a small a. So they got the children like this. They are not diseased. And here this is capital A small a, and here it is small a small a, small a small a condition, capital A small a, small a condition. അല്ലെ, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണെന്ന് തന്നിട്ടില്ല എങ്കിൽ ദർ ഈസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് മിസ്അണ്ടർസ്റ്റാൻഡ് വിത്ത് എക്സ് ക്രോമസോമൽ ഡോമിനന്റ് ഡിസീസ്. അല്ലെ, എക്സ് ക്രോമസോമൽ ഡോമിനന്റ് ഡിസീസ് ആവാനുള്ള ഒരു ചാൻസും കൂടി നമുക്ക് കാണുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സ് ആയിരുന്നെങ്കിൽ ഇതിനകത്ത് 50% chance is there to get the diseased male. അല്ലെ, ഡിസീസ്ഡ് മെയിൽ ഉണ്ടാവാനുള്ള ചാൻസ് എങ്ങനെയാണ്, 50% ഉണ്ട്. അതേപോലെ തന്നെ 50% ചാൻസ് is there to get the diseased female. അതിവിടെ ഒബേ ചെയ്യുന്നുണ്ട്, കണ്ടോ, 2 പെൺകുട്ടികളിൽ ഒരാൾക്കുണ്ട്, 2 ആൺകുട്ടികളിൽ ഒരാൾക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിലൊരു ചാൻസ് ഉണ്ട് എന്ന് പറയാം. പക്ഷെ ഇവിടെ ഈ അടുത്ത ജനറേഷനിൽ നിങ്ങൾ നോക്കിക്കേ, see here there is a 50% chance of getting the disease in the male and female. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഈ റെപ്രസെന്റ് ചെയ്തേക്കുന്ന പെഡിഗ്രി വെച്ചിട്ട് 2 മെയിലും നോർമൽ ആണ് എന്ന് പറഞ്ഞാൽ ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് നോട്ട് എക്സ് ലിങ്ക്ഡ് ക്യാരക്ടർ. ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ട് റാൻഡംലി. അവർ റാൻഡം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഒന്നും പറയാനില്ല. സോ ഹിയർ ദ മോസ്റ്റ് ആപ്റ്റ് വൺ ഇറ്റ് ഈസ് ദ ഡോമിനന്റ് ഓട്ടോസോമൽ ഡോമിനന്റ് ക്യാരക്ടർ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്കിത് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കേസസ് സാധാരണ നിങ്ങൾ അത്ര കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ചോദിക്കാറില്ല.
അല്ലെങ്കിൽ as it is a myotonic dystrophy, how the genetic composition of these offspring എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, that is an autosomal dominant disease. Okay, so here this is an example for autosomal dominant disorder and that is myotonic dystrophy. ഇനി നമുക്ക് ഇതേപോലത്തെ തന്നെ 2-3 എക്സാമ്പിൾ പറഞ്ഞു നിർത്താം. that is polydactyly. അതായത് ചില ആളുകൾക്ക് നമുക്ക് കാണാം ഇവിടെ ഫിംഗർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഫിംഗർ ഉണ്ടാവും, 6 ഫിംഗേഴ്സ് ഒക്കെ ഉണ്ടാവുന്നതിനാണ് നമ്മൾ പോളിഡാക്റ്റിലി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ്. ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസിന് ഒരു എക്സാമ്പിൾ ആണ് പോളിഡാക്റ്റിലി എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് ബ്രാക്കിഡാക്റ്റിലി. ബ്രാക്കിഡാക്റ്റിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാക്കിഡാക്റ്റിലി എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഫിംഗേഴ്സിന് നീളം കുറവായിരിക്കും, അല്ലെങ്കിൽ ടോസിന് നീളം കുറവ് വരുന്നത്, അതിനൊക്കെയാണ് നമ്മൾ ബ്രാക്കിഡാക്റ്റിലി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ആൻ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ്. പിന്നെ ഒരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് എന്ന് പറയുന്ന ഹണ്ടിങ്ടൺസ് കൊറിയയാണ്. ഇതും ഒരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ഹണ്ടിങ്ടൺസ് കൊറിയയുടെ symptoms എന്താണെന്നറിയോ? they will show mental retardation and they will show muscle deterioration. muscle deterioration എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ മസിൽസ് പതുക്കെ ശോഷിച്ച് പോകുന്നതിനെയാണ് നമ്മൾ മസിൽ ഡിറ്റീരിയറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ സാധാരണ ഹണ്ടിങ്ടൺസ് കൊറിയൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ അബ്നോർമാലിറ്റി കാണുന്ന ക്രോമസോം നമ്പർ 4-ലാണ്. അങ്ങനെ ഏത് ക്രോമസോമിലായിരിക്കുന്നതെന്ന് ചോദിക്കാറില്ല. ഹണ്ടിങ്ടൺസ് കൊറിയ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് തരുന്ന ഒരു പെഡിഗ്രി തന്നിട്ട് പറയാണ് ദിസ് ഷോ ഹണ്ടിങ്ടൺസ് കൊറിയ ഡിസീസ്, സോ വാട്ട് ഈസ് ദ ജീനോടൈപ്പ് ഓഫ് ദിസ് പർട്ടിക്കുലർ ജനറേഷൻ അല്ലെങ്കിൽ ദിസ് പർട്ടിക്കുലർ പ്രോജനി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഹണ്ടിങ്ടൺസ് കൊറിയ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണെന്ന് അറിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ us ടു ഫിൽ ദാറ്റ് ജീനോടൈപ്പ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗാനിസം. അല്ലെങ്കിൽ നമുക്കത് അറിയില്ലെങ്കിൽ നമ്മൾ അവിടെ മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബ്രാക്കിഡാക്റ്റിലിറ്റീസ് ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ്, and we can see this polydactylitis and autosomal dominant disease. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. ഈ 4 എക്സാമ്പിൾസ് ഓർത്തിരുന്ന മോസ്റ്റ്ലി ജീനോടൈപ്പ് എഴുതാൻ വന്ന് ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസിന്റെ പേര് തന്നിട്ട് നമുക്ക് ജീനോടൈപ്പ് എഴുതാൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ us. Okay, so this is a Mendalian disorder which we are studying, that is autosomal dominant disorder. Now we will see an autosomal recessive disorder. ഇനി നമുക്കൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ കാണാം. ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറിന് ഒരു എക്സാമ്പിൾ പെഡിഗ്രി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഹിയർ ദ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഇറ്റ് ഹാസ് ഗിവൻ സിക്കിൾ സെൽ അനീമിയ. അതിനൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് എന്താണ്? സിക്കിൾ സെൽ അനീമിയ ആണ് കേട്ടോ. സിക്കിൾ സെൽ അനീമിയ. This sickle cell anemia, actually it is present in the chromosome number 11. Chromosome number 11-ൽ കാണുന്ന ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ് എന്ത്? സിക്കിൾ സെൽ അനീമിയ. Now we will see how the pedigree of this disease, it has mentioned here. We will see the male and female parent in this, it is normal. Male and female parent, it is normal, and we can see they have produced how many offspring? You just see 4 or 1 2 3 4 5 offsprings they have produced, right? 5 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇവർക്ക്. That is first male, second one is affected male, third one it is female which is not affected, fourth one it is affected female, and fifth one we can see that is also male. Okay, ഇങ്ങനെ നമ്മൾ 5 കുട്ടികളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. Now if you see this lady, she got married with a man and they got the next generation that also produced one male which is affected, and we can see another 2 female offsprings are produced. Okay, ഇനി നമ്മൾ നോക്കിക്കേ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും this is a recessive disorder. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു റിസസീവ് ഡിസോർഡർ ആണ്. കാരണം എന്താ? ഇവിടെ പേരൻസിന് ഇല്ല, പക്ഷെ ഇവർക്ക് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. മീൻസ് ദ പേരൻസ് ബോത്ത് ആർ
carriers we can understand, right? അതേപോലെ തന്നെ ഇവിടെ ഈ രണ്ട് പേരൻസിനില്ല, ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ ദർ ഈസ് ഡൗട്ട് വെദർ ഇറ്റ് ഈസ് എക്സ് ഡോമിനന്റ് ഓർ എക്സ് റിസസീവ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇറ്റ് ഈസ് എക്സ് റിസസീവ് ഓർ ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷൻ. അങ്ങനെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. നമുക്കിവിടെ ഓട്ടോസോമൽ റിസസീവ് എന്ന് ഓൾറെഡി തന്നേക്കണമുണ്ട്. നമ്മൾ അതൊന്ന് വർക്ക് ചെയ്തിട്ട് എക്സ് റിസസീവ് കണ്ടീഷൻ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. സോ ഹിയർ ഇറ്റ് ഹാസ് said that is already autosomal recessive condition, so we can say both the parents are carrier. Here they are not expressing the disease, but they are passing that disease to next generation. So here small a combination will be there, here small a combination will be there, and here also it may be either capital A small a capital A or capital A small a condition can come, right? So here it is, this is small a, so from here we can understand this both are capital A small a, and here we can say it may be capital A or capital A small a അല്ലേ. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. ഇനി എക്സ് റിസസീവ് കണ്ടീഷൻ ആണെങ്കിൽ, if it is X recessive condition, this will be passing from the mother to the മെയിൽ. ഇത് മദറിൽ നിന്ന് മെയിലിലേക്ക് മാത്രമേ പാസ് ചെയ്യുള്ളൂ, ഒരിക്കലും ഇങ്ങോട്ട് പാസ് ചെയ്യില്ല, ഫീമെയിലേക്ക് പാസ് ചെയ്യില്ല. കാരണം എന്താ, നമ്മളിത് എക്സ് റിസസീവ് കണ്ടീഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നോക്കിക്കേ, ഇയാൾക്ക് ഈ ഡിസീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ ജനറ്റിക് കോമ്പോസിഷൻ എന്താണ്, ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ ആണ്. ഇവർക്ക് ഡിസീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീനോടൈപ്പ് എങ്ങനെയാണ്, ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സ് ആണ്. Now you see this male has got disease. Okay, we can agree because he might have received this small x, which is the diseased one with capital Y. Okay, there is a possibility for that. But this lady, anyhow, she has to receive one capital X from father and one small x from mother. So there will not be chance of any recessive disorder, X recessive disorder in female until and unless the father is having that disease which is associated with X chromosome. അല്ലേ, നമുക്കിവിടെ സ്മോൾ എക്സ് കണ്ടീഷൻ വരണമെങ്കിൽ, ഇങ്ങനെ ഒരു കണ്ടീഷൻ വരണമെങ്കിൽ ഇവിടുന്ന് സ്മോൾ എക്സ് വരേണ്ടിയിരുന്നു. ഇവർക്ക് സ്മോൾ എക്സ് ഉണ്ടോ, ഇല്ല. സോ ഫ്രം ദാറ്റ് ഇറ്റ്സ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ് റിസസീവ് ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഏത് ക്യാരക്ടറാന്ന് ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം നമ്മൾ കുറേ പെഡിഗ്രീസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതേപോലെ ഏതെങ്കിലും പെഡിഗ്രി ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് and you can put doubt. I'll just reply for that. Okay, it is very easy to do, and every exam at least one pedigree they will ask. It is sure 4 marks we can get from this pedigree if we know the basics of this. Okay, so this is an autosomal disorder, that is sickle cell anemia. ഇനി നമുക്ക് sickle cell anemia എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ പെഡിഗ്രി നമ്മൾ പറഞ്ഞു. Now we are going to see how the sickle cell anemia will be seen in a person. Sickle cell anemia, it is an autosomal recessive disorder that is present in chromosome number 11. Sickle cell anemia ഏത് ക്രോമസോമിലാണ് കാണുന്നത്, ക്രോമസോം നമ്പർ 11ലാണ് കാണുന്നത്. ക്രോമസോം നമ്പർ 11ൽ the hemoglobin beta chain, hemoglobin എത്ര ചെയിൻ ഉണ്ട്, 2 alpha and 2 beta chain. In that the abnormality is present in the beta chain. Abnormality will be present in the beta chain of hemoglobin, where we can see the 6th amino acid. 6th amino acid ഏതാ, glutamic acid. It is replaced with valine. Replaced with valine. Here we can see this glutamic acid, it is negatively charged. It is negatively charged, and valine, it is neutral amino acid. Unfortunately, ഈ glutamic acid ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ ഫോം ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ്. ബിക്കോസ് ഓഫ് ദാറ്റ് പൊളാരിറ്റി ഓഫ് ദാറ്റ് അമിനോ ആസിഡ് ഇറ്റ് ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ സ്ട്രക്ചറൽ കോൺഫിഗറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ ആ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആര് വേണം, ഈ ഗ്ലൂട്ടാമിക് ആസിഡ് വേണം. അതില്ലാത്ത സ്ഥിതിക്ക് വാലിൻ വന്നാൽ they do not have polarity, actually they are neutral amino acid, so they will show some deformities during the formation of the structure of hemoglobin. Okay, so that lead to the
change in the shape of that RBC in sickle form. That is called as sickle cell anemia. ഇനി എങ്ങനെയാണ് ആ മ്യൂട്ടേഷൻ നടക്കുന്നത്? This is due to a mutation, that is a point mutation. ആ മ്യൂട്ടേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ട്രാൻസ്വേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണ്. അതായത് DNA sequence which is coding for this hemoglobin beta chain in that 6th amino acid coding DNA nucleotide as CTC. It was replaced by CAC. CTC എന്ന് പറയുന്ന ആ ഒരു മൂന്ന് ന്യൂക്ലിയോടൈഡിനെ CAC റീപ്ലേസ് ചെയ്യും. സോ ഈ CTC-ന്ന് ഉണ്ടാകുന്ന ശരിക്കും CTC-ന്ന് ഉണ്ടാകേണ്ട mRNA ഏതാണ്? GAG ആണ്. അപ്പൊ ഈ GAG ഗ്ലൂട്ടാമിക് ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. പക്ഷെ CAC-ന്ന് എന്തായി പോവും? അത് GUG ആയി പോവും. So GUG it will be coding for valine. So instead of glutamic acid, if valine come in that they will form some structural changes in the case of hemoglobin beta chain that will make the change in the shape of the RBC also. That is nothing but sickle shape. That is called as sickle cell anemia. അതുകൊണ്ട് തന്നെ അതിന് ഓക്സിജന്റെ ക്യാരിങ് കപ്പാസിറ്റി കുറയും. That may lead to anemic condition. Okay. So this is sickle cell anemia. This is also another autosomal recessive disorder. ഇനി നമുക്ക് വേറെ autosomal recessive disorder നമുക്ക് നോക്കാം. Cystic fibrosis. Cystic fibrosis ഒരു autosomal recessive disorder ആണ്. It is present in chromosome number 7. Okay, അടുത്ത എക്സാമ്പിൾ autosomal recessive disorder ഒരു എക്സാമ്പിൾ ആണ് cystic fibrosis. Cystic fibrosis, it is present in chromosome number 7. Chromosome number 7-ൽ കാണുന്ന ഒരു autosomal recessive disorder ആണ് cystic fibrosis എന്ന് പറയുന്നത്. ഈ cystic fibrosis എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ cystic fibrosisൽ കുറച്ച് ന്യൂക്ലിയോടൈഡ് ബേസിസിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ഒരു എൻസൈമിന്റെ പ്രൊഡക്ഷൻ നേരെ നടക്കാതെ വരും. That lead to a malformation of glycoprotein. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഗ്ലൈക്കോപ്രോട്ടീനെ സിന്തസൈസ് ചെയ്യിപ്പിക്കും. ഈ ഗ്ലൈക്കോപ്രോട്ടീൻ it will lead to accumulation of mucus inside the pancreatic duct. It will lead to the accumulation of mucus inside the respiratory tract. അതേപോലെ ഒരുപാട് മ്യൂക്കസ് അക്യുമുലേഷൻ വന്നാൽ നമ്മുടെ ലങ്സിനൊക്കെ ഇറിവേഴ്സിബിൾ ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ സിസ്റ്റിക് ഫിബ്രോസിസ് എന്ന് പറയുന്നത്. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷൻ കംപ്ലീറ്റ് നിൽക്കും. അതേപോലെ ഫാറ്റിന്റെ ഡൈജഷൻ നേരെ ചൊവ്വ നടക്കാതെ വരും. ഇങ്ങനെ കുറേ സിംറ്റംസ് ഈ സിസ്റ്റിക് ഫിബ്രോസിസ് കാണിക്കുന്നുണ്ട്. സിസ്റ്റിക് ഫിബ്രോസിസിന്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ, കുറേ മാൽഫങ്ഷൻസ് ഇറ്റ് ഈസ് ഒക്കറിങ് ഇൻ അവർ ബോഡി. ഓക്കെ, സിസ്റ്റിക് ഫിബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. മ്യൂക്കസ് അക്യുമുലേഷൻ ആണ് മേജർലി അതിന്റെ സിംറ്റം എന്ന് പറയുന്നത്. ആ മ്യൂക്കസ് അക്യുമുലേഷൻ കൊണ്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് ബ്ലോക്ക് ആയി പോവാം. അതേപോലെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ബ്ലോക്ക് ആയി പോവാം. ഫാറ്റിന്റെ അബ്സോർപ്ഷൻ നേരെ ചൊവ്വ നടക്കാതെ ഫാറ്റൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ആയി പോവാം. ഇങ്ങനെ കുറേ സിംറ്റംസ് ഇറ്റ് വിൽ ബി ഷോയിങ് ഇൻ അവർ ബോഡി ആൻഡ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ക്രോമസോം നമ്പർ 7. ഓക്കെ, ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. ഇനി വേറൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ് Phenylketonuria. Phenylketonuria, in which phenylketonuria actually it is present in chromosome number 12. Chromosome number 12-ൽ കാണുന്നതാണ് phenylketonuria. ഈ phenylketonuria is present in chromosome number 12. It is an autosomal recessive disorder. ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ it will lead to accumulation of phenylalanine in our body. Phenylalanine actually it has to be converted in the form of tyrosine. Tyrosine ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യാതെ phenylalanine itself it will be accumulated in our body and it may lead to it will be excreting through our the phenylalanine it will be excreted out through the urine in the form of phenylpyruvic acid. Phenylpyruvic acid ആയിട്ട് അത് excrete ആയി പോവാം. അതേപോലെ തന്നെ it can cause the accumulation of this phenylalanine in our brain that lead to mental retardation. അങ്ങനെ പല തരത്തിലുള്ള സിംറ്റംസും phenylketonuria കാണിക്കാറുണ്ട്. Okay, that this metabolism of the conversion of phenylalanine to tyrosine will be blocked because of the absence of certain enzyme which is taking part in the formation of tyrosine from phenylalanine. That is phenylketonuria. ഇനി അടുത്ത autosomal recessive disorder which we are studying, that is thalassemia.
ഓക്കെ, തലാസീമിയ രണ്ട് തരത്തിലുണ്ട്. തലാസീമിയ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഗ്ലോബിൻ ചെയിൻ ഉണ്ടല്ലോ, ഹീമോഗ്ലോബിന്റെ പ്രോട്ടീനേഷ്യസ് ഗ്ലോബിൻ ചെയിൻ, ഇറ്റ് വിൽ ഷോ സം ഡിഫോമിറ്റീസ് ഓർ ഇറ്റ് വിൽ ഷോ സം അബ്നോർമാലിറ്റി or it will not be produced. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, തലാസീമിയ എന്ന് പറയാ. So here we can see two different types of thalassemia is there. One is alpha thalassemia and one is beta thalassemia. ഡെൽറ്റ ഉണ്ട്, പക്ഷെ ഡെൽറ്റ അത്ര അനീമിക് കണ്ടീഷൻ കാണിക്കാത്തതുകൊണ്ട് നമ്മൾ ഡെൽറ്റ ഇവിടെ പറയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ആൽഫ തലാസീമിയ ഇൻ വിച്ച് ദ സിന്തസിസ് ഓഫ് ദ ആൽഫ ചെയിൻ, ആൽഫ ഗ്ലോബിൻ ചെയിൻ വിൽ ബി blocked. Alpha globin chain ആണ് ബ്ലോക്ക് ചെയ്യുന്ന, synthesis of alpha globin chain it will be blocked in the case of alpha thalassemia. This abnormality it is present in 16th chromosome. 16th chromosome ഇരിക്കുന്ന abnormality കൊണ്ട് അല്ലെങ്കിൽ 16th chromosome സംഭവിക്കുന്ന മ്യൂട്ടേഷൻ കൊണ്ടാണ് ആൽഫ തലാസീമിയ ഉണ്ടാകുന്നത്. ആൽഫ തലാസീമിയ ആൽഫ ഗ്ലോബിൻ ചെയിനിന്റെ ഫോർമേഷന്റെ സമയത്ത് കുറച്ച് ഡിഫക്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആൽഫ ചെയിൻ നേരെ ചൊവ്വ പ്രൊഡ്യൂസ് ചെയ്യാതെ വരും. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ആൽഫ തലാസീമിയ ഉള്ള ആളുകളുടെ ബോഡിയിൽ ബീറ്റ ചെയിൻ വിൽ ബി അക്യുമുലേറ്റഡ്. കാരണം ആൽഫയും ബീറ്റയും കൂടി കമ്പൈൻ ചെയ്തൊരു ക്വാട്ടർണറി സ്ട്രക്ചർ അവർക്ക് ഉണ്ടാക്കാൻ പറ്റാതെ വരും. ബിക്കോസ് ഇനഫ് എമൗണ്ട് ഓഫ് ആൽഫ ചെയിൻ ആൽഫ ഗ്ലോബിൻ ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദം. Okay, now next one is beta thalassemia that will affect the synthesis of beta chain. Beta globin chain will be affected in this, and in this beta globin chain it is represented in chromosome number 11. ഇത് എവിടെ ഇരിക്കുന്നത്? chromosome number 11. 11th chromosome-ലാണ് ഈ beta thalassemia നെ represent ചെയ്യുന്ന abnormality ഇരിക്കുന്നത് കേട്ടോ. So this is all about the thalassemia. Thalassemia രണ്ട് തരത്തിലുണ്ട്, ആൽഫ തലാസീമിയ, ബീറ്റ തലാസീമിയ. അപ്പോൾ ആൽഫ തലാസീമിയയിലെ ആൽഫ ചെയിൻ ബ്ലോക്ക് ആവും, ബീറ്റ തലാസീമിയയിലെ ബീറ്റ ചെയിൻ ബ്ലോക്ക് ആവും. ആൽഫ തലാസീമിയയിലെ ബീറ്റ ചെയിൻ വിൽ ബി അക്യുമുലേറ്റഡ് ബിക്കോസ് ആൽഫ കുറവായതുകൊണ്ട് ബീറ്റ ആയിരിക്കും അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താവും, നോർമൽ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അതേപോലെ ബീറ്റ തലാസീമിയയിൽ ആൽഫ അക്യുമുലേറ്റ് ചെയ്യും, അപ്പോൾ ബീറ്റ ഇനഫ് ഇല്ലാത്തത് കൊണ്ട് നോർമൽ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ബോത്ത് ദ കേസസ് ഇറ്റ് വിൽ ഷോ സിവിയർ അനീമിക് കണ്ടീഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൽഫ തലാസീമിയ ആൻഡ് ബീറ്റ തലാസീമിയ. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. ഇതാണ് നമുക്ക് ഏകദേശം ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറിനെ പറ്റി പഠിക്കാനുള്ള. Now we are going to see X-linked recessive disorder. X-linked recessive disorder നമ്മൾ പറഞ്ഞിട്ടില്ല. X-linked recessive disorder it include hemophilia, X-linked recessive disorder that include hemophilia. See here the first example which we are studying, that is hemophilia. Hemophilia ഒരു ബ്ലീഡിംഗ് ഡിസീസ് ആണ് കേട്ടോ. ഹീമോഫീലിയ എന്ന് പറയുന്നത് എന്താണ്? ബ്ലീഡിംഗ് ഡിസീസ് ആണ്. അതായത് ഹീമോഫീലിയ ഏത് ക്രോമസോമിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ it is present in X chromosome. നമ്മൾ അതാണല്ലോ പറഞ്ഞത്. Okay, so it is present in the X chromosome. So hemophilia it is present in X chromosome, that is X-linked recessive disorder. പെട്ടെന്ന് ഞാൻ absent minded ആയിപ്പോയി, I'm sorry. So here this hemophilia it is an X-linked recessive disorder and we can see this is a sex-linked disease. അല്ലേ, ഹീമോഫീലിയ സാധാരണ അറിയപ്പെടുന്നത് എന്തെന്നാന്ന് വെച്ചാൽ ബ്ലീഡിംഗ് ഡിസീസ് അല്ലെങ്കിൽ റോയൽ ഡിസീസ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ the Queen Victoria she passed this disease to several generations through their daughters. Okay, through their daughters we will see that. So hemophilia it is present in the, actually it will be transferring from the mother to the son and it will be passing from mother to daughter also. മദറിന്ന് സണ്ണിലേക്കും ഡോട്ടറിലേക്കും പാസ് ചെയ്യും, പക്ഷെ സൺ ഒരിക്കലും ഈ ഡിസീസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യില്ല. അതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. See here the mother will be always carrier of hemophilic condition. Okay, മദർ എപ്പോഴും ഒരു കാരിയറേ ആവുള്ളൂ, മദർ ഒരിക്കലും എന്താവില്ല, ഡിസീസ്ഡ് കണ്ടീഷൻ ആവില്ല. ഹീമോഫീലിയ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടർ 8 ഉണ്ടല്ലോ, 8ാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടർ ഓർ ദ ക്ലോട്ടിംഗ് ഫാക്ടർ 8
which is taking part in the cascade of clotting of blood. Blood clotting in the our chain take part in the factor and clotting factor 8. A clotting factor 8 in the synthesis stop clotting factor 8 in Davila. Upon that will become very severe condition and internal bleeding can occur and the person can die. Appo ingante patients endanu vechale they will not survive for long period of time. Oru naalonnum survive cheyilla. ഇങ്ങനത്തെ ഡിസീസ് ഉണ്ടെങ്കിൽ സാധാരണ ഇങ്ങനത്തെ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ആർക്കാണ് മെയിലാണ് കാരണം അവരെന്താണ് എക്സ് ക്രോമസോമിന് ഹെമിസൈഗസ് ആണ് അല്ലേ പക്ഷേ ഈ ഫാദറിൽ നിന്ന് ഒരിക്കലും ഈ ഡിസീസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഫാദർ ഒരു മാക്സിമം ഒരു 10-17 വയസ്സ് വരെ അവർ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഫാദറിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് പാസ് ചെയ്യുന്നില്ല ഫാദറിൽ നല്ല എക്സ് ക്രോമസോം ആണെങ്കിൽ ഈവൻ ഇഫ് the daughter is receiving a hemophilic gene, daughter is receiving a hemophilic gene from the mother, she will receive a proper X chromosome from her father. So there is no chance of forming the hemophilia in mother. Okay, so this hemophilia, it is an X chromosomal recessive disorder and it passes from mother to daughter and it passes from daughter to the grandson. It passes from mother to daughter and daughter to grandson. It will never pass from son to the next generation or it can pass from mother to son. It can pass from mother to son. Son in engotu povilla this generation it will be stopped. Allengi moonamathe generation like idu pass cheyyinenge mother to daughter, daughter to grandson it can pass. Allengi mother to daughter, daughter to daughter also it can pass but this daughter it will be just a carrier. Ivare carrier e avullu. Okay. So this is the X-linked recessive disorder. ഇനി ഇതേപോലെ തന്നെ X-linked recessive disorder ആണ് muscular dystrophy എന്ന് പറയുന്നത്. Okay, muscular dystrophy എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ dystrophin is a protein which is secreted from X chromosome that will be malfunctioned or it will not be secreted in the muscular dystrophy disease. അതും എവിടെ നിന്നാണ് പാസ് ചെയ്യുക it will be passed from the mother to next generation. It will never pass through son because the son he will not reach to the reproductive age. Our reproductive age vare ettilla karanam before that they will die because their muscles it will undergo degeneration, degradation. Adevole thanne avarku breathing problem adevole cardiac arrest adokku varanulla chances valare koodalana onnalla avaru muscle degeneration സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു 7-8 വയസ്സാകുമ്പോഴത്തേക്ക് അവർ വീൽ ചെയറിലാവും പിന്നെ അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെയാവും അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ this will not be passed from one generation to next generation we can say. So next disease it is muscular dystrophy. Next one muscular dystrophy. This is an X chromosomal recessive disorder. And another one X chromosomal recessive disorder is color blindness. Next one is color blindness. Color blindness nu parnale ivide നമുക്ക് color blindness in that we will not be able to segregate two different colors as red and green. Red and green നമ്മൾ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നതിനാണ് നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് പറയാം. ഈ കളർ ബ്ലൈൻഡ്നെസ് മെയിലിലും ഫീമെയിലിലും കാണാം കേട്ടോ. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് മെയിലിലും ഫീമെയിലിലും കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡിസീസ് ടോക്സിക് അല്ലെങ്കിൽ ലീതൽ അല്ല. അതുകൊണ്ട് തന്നെ അത് ഫീമെയിലിലും മെയിലിലും കാണാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് മെയിൽ if it is affected and female if it is carrier there is a chance of getting this disease in the female child, female offspring. Otherwise female and male if both are affected, both are colorblind, it can transfer to next generation. You just see if the female parent is like this and male parent is like this, all the children which they produce from them it will be colorblind. Or if it is like this, the female if carrier and the male if it is the color blind, there is a chance of getting the female baby from them. That will be 50% will be this and 50% it will be this.
and the male it will be 50% it will be like this and 50% it will be like this. Okay, appo ee rendu conditionum possible aanu. Adendanu vechal oru lethality onnum kanikkunna gene alla. They can express only the thing that color will not be able to differentiate by this group of people. Okay, appo nammal Mendalian disorder il padichadu autosomal dominant disorder padichu, autosomal recessive disorders padichu, adepole thanne X-linked recessive disorders padichu. Autosomal dominant disorder inde autosomal recessive disorder inde ഓരോ എക്സാമ്പിൾസ് നമ്മളിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. And autosomal X-linked recessive disorder, an example it is hemophilia, color blindness, muscular dystrophy. These all are example for the X-linked recessive disorder. X-linked recessive disorder നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. അതാണ് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കാണിക്കാതിരുന്നത്. I have just shown this. You just work out and see. If you have any doubt, you can just comment on it and you can ask the doubt. I'll sure reply to you. Okay, thank you.